ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി ചേർന്ന ഷൊർണൂർ നഗരസഭാ കൗൺസിലിൽ ഭരണ പ്രതിപക്ഷ ബഹളം. ചെറുകിട കുടിവെള്ള പദ്ധതി ആരംഭിച്ചതിനെ ചൊല്ലിയായിരുന്നു അടിയന്തര കൗൺസിൽ യോഗത്തിലെ വാഗ്വാദവും ബഹളവും. കോൺഗ്രസ് കൗൺസിലറും നഗരസഭാ അധ്യക്ഷനും തമ്മിൽ വലിയ രീതിയിൽ വാക്കേറ്റമുണ്ടായി. ഒടുവിൽ ചെറുകിട കുടിവെള്ള പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനരാരംഭിച്ച് പ്രശ്നപരിഹാരം കാണാൻ കൗൺസിൽ തീരുമാനിച്ചു. കുടിവെള്ള പദ്ധതി അവിടെ കൃഷ്ണകുമാർ എത്ര പ്രാവശ്യം പോയി വന്നിട്ടുണ്ട്? എത്ര പ്രാവശ്യം കൃഷ്ണകുമാർ അന്വേഷിച്ചു? ഞാൻ പറയട്ടെ, ഞാൻ പറയുമ്പോ താൻ പറയുമ്പോ ഞാൻ കേട്ടുന്നില്ല. ഞാനായിട്ട് പറയട്ടെ, കേൾക്കണല്ലോ. കേൾക്കൂ, ഞാൻ പറഞ്ഞു കേൾക്കൂ, ഞാൻ പറഞ്ഞു കേൾക്കൂ. താൻ പറയുമ്പോ ഞാൻ മിണ്ടിയില്ലെന്ന്. ഇനി താൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കേൾക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിഷ നിന്നുകൊണ്ടാണ് ആ കുടിവെള്ള വിതരണത്തിന്റെ ആകെ നേതൃത്വം കൊടുത്തത്. കൃഷ്ണകുമാർ എന്ന് പറയുന്ന മഹാൻ എന്താണ് ചെയ്തത് എന്ന് കൃഷ്ണകുമാർ എന്ന ആളെന്നെയാണ് അവിടെ ടാങ്ക് വെച്ചതും ആദ്യം മനസ്സിലാക്കണം. ഇവിടെ നഗരസഭയിൽ ചെലവാകാത്ത ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അന്ന് ഉണ്ടാക്കിയത്. അത് ആ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് അറിയാം. മനസ്സിലായി? താനൊരു ചുക്കും ചെയ്തില്ല. അവിടെ ആ ജിഷ പറഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിന്നിട്ടാണ് ഇപ്പൊ വെള്ളത്തിന് ഏർപ്പാടുണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ 2016 മുമ്പ് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നല്ലോ. ആ കാലത്ത് കുടിവെള്ള പദ്ധതി വന്നോ? വന്നിട്ടില്ല. അന്ന് തടയാക്കിയത് ആ വർത്താനാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു അഭിപ്രായത്തെ പ്രസംഗിക്കാൻ അപ്പൊ അതുകൊണ്ട് നിർത്തും, പരിപാടി നിർത്തും. അതുകൊണ്ട് ഇവിടെ ആ ജാതി കാണിച്ചിട്ട് ചപ്പളാക്കി കളിച്ചിട്ടൊന്നും കാര്യമില്ല. കാര്യം പറഞ്ഞു അവിടെ കേട്ടിരിക്കാനും പറ്റും. നിങ്ങൾ പറഞ്ഞാൽ കേട്ടല്ലോ. അപ്പൊ അവർക്ക് കേൾക്കാനും. അപ്പൊ അവിടെ കുടിവെള്ള പദ്ധതിക്ക് ജിഷയാണ് രാവും പകൽ നിന്നുള്ള പദ്ധതി യാഥാർത്ഥ്യം നിശ്ചയിക്കാറുണ്ട്. ജിഷ മാത്രം കൃഷ്ണകുമാർ പോലെ പോയി അവിടെ പത്രക്കാരനെ കൊണ്ട് പോയി. ആരെ അവർ പോയി. എന്നിട്ടായി അഭിമുഖങ്ങളോട്ട് പോണു. അല്ലല്ല, സഹിഷ്ണുതയോട് കൂടി മറുപടി കേട്ടേ പറ്റൂ. താൻ കേട്ടേ പറ്റൂ. ഞാൻ കൊണ്ടുവന്ന പദ്ധതിയാണ്. അതിന് ആരും ഉത്തരവാദികളാവണ്ട. ഇപ്പൊ രക്ഷിതാക്കളാവേണ്ട കാര്യമൊന്നുമില്ല. അന്ന് ഞാൻ കൊണ്ടുവന്ന പദ്ധതിയാ. അത് ആനാർക്കുണ്ടായ ആനാർക്കൊന്ന് കുടിവെള്ള പദ്ധതിയാ. അത് ആദ്യം മനസ്സിലായിക്കോളും. അല്ലാതെ വെറുതെ രക്ഷിതാക്കളായി വേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ മാത്രം അതിന്റെ രക്ഷിതാക്കളും മറ്റുള്ളവരൊന്നും കൊണ്ടുവരാത്ത ആൾക്കാരുന്ന ആ ഒരു സംവിധാനം ശരിയല്ല. ഒന്നാമത്തെ ചെയർമാൻ പറയാനും പാടില്ല. ചെയർമാൻ അത് പറയാൻ പാടും. അല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ പറഞ്ഞേ. ഇന്നിവിടെ കുടിവെള്ള പദ്ധതിയുടെ ചർച്ച നടത്തിയപ്പോ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് പറയാനാണല്ലോ ഒന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കുറ്റമായിട്ടൊന്നും പറഞ്ഞില്ലോ, ദോഷമായിട്ടൊന്നും പറഞ്ഞോ. ഞങ്ങൾ വിമർശിച്ചില്ലല്ലോ. ഇന്ന രീതിയിൽ ചെയ്യണം എന്നല്ലേ പറയുള്ളൂ. നിങ്ങൾ പറഞ്ഞ് മാത്രം കേൾക്കാതിരുന്ന ആൾക്കാരുന്നല്ലേ ഞങ്ങള്. അത് ആദ്യം മനസ്സിലായിക്കോട്ടെ. കൊണ്ടുവന്നെന്നും പറഞ്ഞിട്ട് മറ്റുള്ളവർ കൊണ്ടുവന്ന സാധനങ്ങൾ ഇതിന്റെ ആൾക്കാരും ഞങ്ങളെ പറയണമെന്ന് അർത്ഥമൊന്നുമില്ല. ഈ കുടിവെള്ള പദ്ധതി കൊണ്ട് ഞാനാ അത് അവിടെ ഉണ്ടായ ആർക്കും അറിയാം. അത് ആരായിരുന്നു കുടിവെള്ള പദ്ധതിയാ. ഒരു പ്രാവശ്യത്തെ ഫണ്ട് കമ്മ്യൂണിറ്റി ലാപ്സ് ആവുന്ന സമയത്ത് SC ഫണ്ട് ഉപയോഗിച്ച് ഞാൻ കൊണ്ടുവന്നതാ 50 ലക്ഷം രൂപയുടെ പദ്ധതി. അന്ന് ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അന്നും ആ കാലഘട്ടത്തിലാണ് കൊണ്ടുവന്നത്. 2 ആഴ്ച കഴിഞ്ഞിട്ട് പോലും വെള്ളം കിട്ടാത്ത പ്രശ്നമാണ് ഷൊർണൂർ അഭിമുഖീകരിക്കുന്നതെന്ന് കൗൺസിലർ ദിലീപ് പറഞ്ഞു. അപ്പൊ നമ്മളത് കൗൺസിലർമാരെന്ന രീതിക്ക് നമുക്ക് ഇവിടുന്ന് പരിമിതി, നമ്മുടെ നഗരസഭയ്ക്ക് പരിമിതികളുണ്ട്. ആ രീതിയിലേക്ക് കുടിവെള്ളം വാട്ടർ ടാങ്കിൽ ഉണ്ടാകുന്ന നമ്മൾ അടിക്കുന്നുണ്ട്. എന്റെ വാർഡിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ പരാതിയിട്ട് വന്നിട്ടില്ല. കാര്യം അത് ഒരു ഏർപ്പാട് ഞാൻ എന്റെ വാർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ തന്നെ ഒന്ന് ഇടപെട്ടുകൊണ്ട് ഈ വെള്ളം ശ്രമം പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെട്ട് നമുക്ക് നടത്താം. എന്തൊരു വിഷയം ഉണ്ടെങ്കിലും ഭരണസമുദ്ര പിടിപ്പുകൾ എന്ന രീതിയിലേക്ക് നിങ്ങൾ കാലെത്തിക്കരുത്. കാര്യം ഇത് പറയാൻ നമുക്ക് മീഡിയാസിന്റെ ഇവിടെ ഈ മീഡിയാസിന്റെ മുമ്പിൽ ഇങ്ങനെ പറയണം, നാട്ടിലെ ജനങ്ങൾ ഇത് കേൾക്കണം. അപ്പൊ നഗരസഭയുടെ പിടിപ്പുകാരായിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രചരണം നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 10 ദിവസമായി വെള്ളം ലഭിക്കാത്തതിനാൽ പശുക്കൾ ഉൾപ്പെടെയുള്ള ജീവികൾക്ക് പോലും വെള്ളം കിട്ടുന്നില്ലെന്ന് കൗൺസിലർ സി സന്ധ്യ ഉന്നയിച്ചു.
ഭാരതപ്പുഴയിലെ തടയണയിൽ അടിഞ്ഞുകൂടിയ മണൽ മാറ്റാത്തതാണ് കുടിവെള്ള പ്രശ്നത്തിന് കാരണമെന്ന് കൗൺസിലർ കെ പ്രസാദും ഉന്നയിച്ചു. അത് മണലാണ്. അവിടെ മുഴുവൻ മണലാണ്. തടയേണ്ട അതേ ലെവലിൽ മണലാണ്. ആ മണൽ എടുത്താലേ വെള്ളം ഉണ്ടാവുള്ളൂ. ഇനി ഇവിടെ മലമ്പുഴ ഡാമല്ല, ഏത് ഡാം തുറന്നുവിട്ടാലും ആ മണലില്ലാത്തോളം വെള്ളം ഉണ്ടാവില്ല. അതൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ മനസ്സിലാവുള്ളൂ. അത് ഉൾക്കൊള്ളണം, അത് മനസ്സിലാക്കാം. അത് നിങ്ങളെ പോരായ്മ തന്നെയാണ്. അത് ഇവിടുത്തെ പോരായ്മ തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കോളൂ. നമ്മളിവിടെ രാഷ്ട്രീയ പ്രസംഗം നടത്തിയിട്ടൊന്നുമില്ല. പൊതുവായുള്ള കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാനാണ് യോഗം ചേർന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ വാർഡുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്നുണ്ടെന്നും നഗരസഭാ അധ്യക്ഷൻ MK ജയപ്രകാശ് അറിയിച്ചു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള സ്രോതസ്സുകൾ പരമാവധി ഉപയോഗപ്പെടുത്തി കളക്ടറുടെ ആവശ്യപ്പെട്ട പ്രകാരം മലമ്പുഴ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കുടിവെള്ളം എത്തുന്ന സമയത്ത് ഇവിടെ കൂടി നമുക്ക് ക്രിയാത്മകമായിട്ട് ഇതിനകത്ത് ഇടപെടാൻ സാധിക്കുന്നതാണ്.